ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു ബിരിയാണി റെസിപ്പിയാണ്. നമുക്ക് ഒരേപോലെ ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ബിരിയാണി റെഡിയാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ചിക്കൻ ടിക്ക ബിരിയാണിയാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ബിരിയാണി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. നമുക്ക് ഇതിനു വേണ്ടി ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മല്ലിയില, പുതിനയില, ഒരല്പം വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനൊരു പച്ചമുളക് ഒരു 4-5 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മളുടെ പേസ്റ്റ് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പൊടികളായിട്ട് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അല്പം ജീരകത്തിൻ്റെ പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ഇതിലോട്ട് ഞാൻ അല്പം കസ്തൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ നേരം വെച്ചാലും അത്രയും നല്ല ടേസ്റ്റ് കൂടും. നമ്മളെ ചിക്കനിലൊക്കെ നല്ല രീതിയിൽ മസാല പിടിക്കും. ഞാനിവിടെ ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ അളന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം. ഞാനിവിടെ ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചെറുതായിട്ടൊന്ന് നീളത്തിന് അരിഞ്ഞെടുക്കാം. സവാളയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞെടുത്ത സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല രീതിയിൽ ചൂടായി കിടക്കുന്ന ഓയിലിലോട്ട് നമുക്ക് സവാളയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാളയെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സവാള ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ റൈസ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം തന്നെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് സ്പൈസസും ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീരും നെയ്യും കൂടെ ഇട്ടതിന് ശേഷം ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മളുടെ ചിക്കൻ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതേ ഓയിലിൽ തന്നെയാണ് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓയിൽ കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് അല്പം ഓയിൽ മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ലാസ്റ്റ് ബിരിയാണിയുടെ മുകളിൽ ഒഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇത്രയും ഓയിൽ വേണ്ട. ഞാനങ്ങനെ കുറച്ച് ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി ഓയിലിലോട്ട് 2 തക്കാളി നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അതൊന്ന് നമുക്ക് ഓയിലിലോട്ടിട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചിക്കൻ്റെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ബൗളിൽ കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു. ആ ഒരു മസാലയും കൂടെ ഈ ഒരു തക്കാളിയുടെ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഒരല്പം ഗരം മസാല. നമ്മൾ ചിക്കനിൽ എല്ലാ മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിൽ കുറച്ച് ഒരല്പം പൊടികൾ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം.
ഇപ്പം മസാലയെല്ലാം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ആ സവാളയെല്ലാം മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വീണ്ടും ഒന്ന് ആ ഒരു മസാല ചിക്കനിലെല്ലാം പിടിക്കുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ലാസ്റ്റ് ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്നുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള നമ്മളുടെ ആ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച റൈസും വെന്തിട്ടുണ്ട്. ഫുള്ള് നല്ല രീതിയിൽ ഓവർ കുക്കായിട്ടില്ല, കറക്റ്റായിട്ട് വേവിച്ചാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വിസിലാവുമ്പം തന്നെ നമ്മൾ ഓഫാക്കണം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഈ ഒരു മസാല ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ആദ്യം നമ്മൾ മസാല നല്ല രീതിയിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചോറ് ഫുള്ളായിട്ടും ആ ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. റൈസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരല്പം പാലിൽ യെല്ലോ കളറും ഓറഞ്ച് കളറും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ഭംഗിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ചോറിലെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം നെയ്യും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഒണിയൻ ഫ്രൈ ചെയ്തതും മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. ഇനി ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പാണ്, നമ്മൾ റൈസിനും ചിക്കനും എല്ലാത്തിനും ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു ചിക്കൻ ടിക്ക ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതേപോലെ ഒരു ബൗള് റൈസിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ഒന്ന് ചാർക്കോൾ നല്ല രീതിയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ നിന്ന് തന്നെ അതൊരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നെയ്യായാലും മതിയാകും, ഏതെങ്കിലും ഒരു ഓയിൽ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ നല്ല സ്മോക്കി ആയിട്ട് പുക വരും. പിന്നെ നമ്മൾ അടച്ച് വെച്ച് ഒരു 10, 15, 20 മിനിറ്റ് നമുക്കൊന്ന് സിമ്മിലിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നീ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ റൈസിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ചോറിനും നമ്മളുടെ ചിക്കനും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഓപ്പൺ ചെയ്ത് നോക്കി. നല്ലൊരു മണമാണ്. നമ്മൾ ആ ഒരു സ്മോക്കി ആയിട്ടുള്ള ഒരു ഫ്ലേവർ നല്ല രീതിയിൽ അത് തുറക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറുണ്ട്. അപ്പം ഈ ഒരു ബിരിയാണി നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് സർവിങ് പ്ലേറ്റിൽ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക ബിരിയാണി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിനും നമുക്ക് ഈദിനുമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ, ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം നല്ലൊരു റെസിപ്പിയുമായി, പുതിയ പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.